ഷാറുഖ് ഖാൻ ഫാമിലി. അപ്പോൾ അങ്ങനെ അടിവാരത്തെത്തിന് അടിവാരം. അപ്പോൾ ഇനി ഇവിടെ നിന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ചായ പിടിക്കണം നിർത്തിയാണ്. ഓക്കെ, അപ്പോൾ കൂട്ടി വേണം. അങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല സൂപ്പർ കാഴ്ചകളാണ്. ഇപ്പോൾ സമയം രാത്രി 2:30 കഴിഞ്ഞിട്ട്, 12:30 കഴിഞ്ഞു, 1 മിനിറ്റായി. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ എത്തിയതൊരു 1:45 എത്തിട്ടോ. ഓക്കെ, ഫ്ലൈറ്റ് പോയി. വഴിക്ക് വന്ന ആൾക്കാരാ ഏറ്റവും ഫസ്റ്റ് സ്ഥലം കിട്ടിയവർക്ക്. എവിടെ? അവിടെ ഡാമല്ലേ? ഇതിന്റെ ബാക്കിലുണ്ടല്ലോ ലേക്ക് ഉണ്ട്. നേരം വിളിക്കുമ്പോൾ കാണാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു ബെഡ് കുറവുണ്ട്. ബെഡിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 3 മണി. കണ്ടാ, സമയം 3 മണി. എല്ലാവർക്കും സുഖം. സമയം ഇപ്പൊ എത്രയെന്ന് പറയാം? സമയം 2:28 വെളുപ്പിന്. EMI അടിച്ചാ ഞാൻ ഇപ്പൊ എടുത്താ വീട്ടിൽ താഴ്ത്തു പോയാലോ. നമ്മുടെ റൂമിന്റെ തൊട്ട് താഴെ തന്നെ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര വേണ്ട ഇല്ല വേണ്ട പോരാ. എടുത്തോ. ചായ എടുത്തേ. ഇതുണ്ടല്ലേ നമ്മുടെ റൂമിന്റെ താഴെ കംപ്ലീറ്റ് എന്താ പറയാ, നല്ലൊരു സൂപ്പർ സ്ഥലമാട്ടോ. ഇതുണ്ടല്ലേ, ഇതിന്റെ മുകളിൽ മലമുകളും പിന്നെ അതിൻ്റെ അടിയിൽ എന്തോ ഒരു പുഴയോ അങ്ങനെ സംഭവം തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. അടുത്ത ഏരിയ ഇറങ്ങാൻ പറ്റും അവിടെ. അതെന്തായാലും ഇപ്പോൾ എണിച്ചുള്ളൂ. എണിച്ചപ്പോൾ കുറച്ച് വഴുകിപ്പോയി. ഇപ്പോൾ സമയം എത്രയായി കാണാൻ പറ്റുന്നില്ല, 8:30. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി അവിടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കപ്പിൾസ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. ബാഹുബലി എവിടെ വിളിക്കണേ? 10 വിളിച്ചല്ലേ? മാറുന്നുണ്ടോ? തമാശ അതിരിക്കൂല. ഒന്ന് ഫെയിലായി പോയി. അപ്പൊ അടുത്തത് ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം, എനിക്ക് ഞാൻ കൊള്ളിക്കണോന്ന്. ഓക്കെ, റെഡി? അടിച്ചോ. പത്തിക്കൊണ്ട് പക്ഷെ അത് ഇരിക്കൂല ഗൈസ്. പറയുന്ന നമ്പർ കൊള്ളിച്ചാൽ പോയാ പിന്നെ കൊള്ളിക്കണ്ടല്ലോ. ഞാൻ ഈ ആദ്യം കൊള്ളിക്കട്ടെ, അല്ലെങ്കിൽ 10 കൊള്ളിക്കാം. ഇവിടെയാ? ഓക്കെ, ആ സോഫ്റ്റ് കൊള്ളിച്ചോട്ടോ. ഓക്കെ, എന്നെ എടുത്തോ. മാറുന്നുണ്ടോ? തലവണി മാറിക്കോ. കൊണ്ടില്ലേ? എവിടെ സോഫ്റ്റ്? ഇവിടെ കൊണ്ട്, സത്യം കൊണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അടിച്ചോട്ടോ. പിടിച്ചോ. റെഡി? ഞാൻ ഉണ്ണ നോക്കിയതാ. ഓക്കെ, റെഡി? ഫിനിഷ്. അപ്പോൾ നമ്മളെ പൂളിലോട്ട് കുളിക്കാനുള്ള പോക്കാട്ടോ.
തണുപ്പായിരിക്കും, അറിയില്ല എങ്ങനെയാണ്. സതീർത്തിയാ കുളിക്കല്ല പുള്ളിട്ട് വാ. ആ ജസ്റ്റ് വാ. മാമു കുളിക്കണ്ട ഇവിടെ, രാത്രി കുളിക്കാന്ന് പറഞ്ഞു. ആ സതീർത്ത് ഇപ്പൊ വരും. അപ്പോൾ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഇനി എന്താണെങ്കിൽ രാത്രി ഇറങ്ങും. ടൈം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ നേരെ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചായ കുടിച്ചാൽ നേരെ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ. പുള്ളി 10 അത് ജസ്റ്റ് കൊണ്ടാൽ മതി. പുള്ളി 10 കൊള്ളിക്കാന്ന് പറഞ്ഞാണ്. അതോക്കെ പുള്ളി 10 കൊള്ളിക്കുമെന്ന് പറഞ്ഞാണ്. ഹൈ ആ ട്രക്കിങ്ങും പിന്നെ ഗ്ലാസ് ബ്രിഡ്ജും ഉള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ കുളിച്ച് ഫ്രഷായി ഇനി അടുത്ത സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാഗ് ഏത് മയക്ക് മേടിക്കണം. അതിനോ റെക്കോർഡ് ചെയ്യണോ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇല്ല കുഴപ്പമില്ല, വോയിസ് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതെ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോണ സ്ഥലം എന്താ ഡാമോ അതോ 900 കണ്ടിയാന്ന് പറയണായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ആ കൂടെ നമ്മുടെ പിള്ളേരുണ്ട്. ഇവരെ മനസ്സിലായില്ലേ, ഞാൻ ഫോൺ എനിക്കാണ് മേടിച്ചത്. ആ ഫോൺ കയ്യിൽ ഇപ്പോഴില്ലേ? ഓക്കെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ പറ്റേ ഇവള് നിങ്ങൾ പേരുന്നതോ? അങ്ങനെ നസ്രിയ. അതെ നമ്മുടെ കൊച്ചുപ്പായാണ് പുള്ളി. എന്റെ പേരെന്താണോ? ആ ചെയ്യണ ബിസിനസ് ഒന്നുവാ, അൽഫാമിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് പറഞ്ഞ പുള്ളി ചെയ്തു തരും കേട്ടോ. പക്ക വർക്കാണ്, എന്താ പറയാ. അപ്പൊ അങ്ങനെ സംഭവം. അപ്പൊ ഓക്കെ അവിടെ പോയിട്ട് കാണാം. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്തോ ഡാമാന്ന് തോന്നുന്നു. പോയിട്ട് പിന്നെ ഇവിടെ നല്ല ഒരു എന്താ പറയുക, അത്യാവശ്യം ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കേട്ടോ. കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഭയങ്കര വെയിലാണ്. തണുപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന കേട്ടോ. പക്ഷെ ഇവിടെ തണുപ്പൊന്നുമില്ല, ഭയങ്കര വെയിലാണ്. പിന്നെ ഇവിടെ പിള്ളേർക്ക് അത്യാവശ്യം ഭയങ്കര ഒരു വൈബായിരിക്കും. എന്താ പറയുക, ഈ പറഞ്ഞ നമ്മുടെ ഈ പുല്ലുകളൊക്കെ ഇല്ലേ, അതുകൊണ്ട് തന്നെ മറ്റേ ഈ മുതല, ആന, ആ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ എന്താ അതിൻ്റെ അകത്തിരുന്ന് പോയി നോക്കാം എൻ്റെ സംഭവം ഒന്ന്. പിന്നെ അടുത്ത സംഭവം ഡാം കാണാൻ പോകട്ടോ. ഒരു ഡാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കാണാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഡാം കണ്ടിട്ട് വരാം. വാ വാ അപ്പിട്ട് മേച്ച് കളിയോ. ഇതാണ് ഗേസ് ഡാം. അങ്ങോട്ട് പോണ്ടേ? വീണു ബാബാ.
അവിടെ അത്യാവശ്യം എന്താ പറയുക കയറുന്നതിന് 50 രൂപയാണ് ഫീസ് ഇവിടെ. പിന്നെ കുറേ ബാഗുകൾ കണ്ടില്ലേ, അതുപോലത്തെ മറ്റേ ഊഞ്ഞാൽ, മറ്റേ റോപ്പ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് എക്സ്ട്രാ ക്യാഷാണ്. ഇവിടെ വരെ കയറുന്നതിന് ഇത് ജസ്റ്റ് കാണുന്നതിന് മാത്രമാണ് ഈ പറഞ്ഞ 50 രൂപ ചാർജ് ചെയ്യണത്. കുഴപ്പമില്ല, കാണാം. കംപ്ലീറ്റ് ഫുൾ നല്ല വ്യൂ കേട്ടോ. വെയിലുണ്ട്, അത് കുഴപ്പമില്ല. മറ്റേ എന്താ പറയുക, ഇത് എൻ്റെ ഇവിടെ കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തോട്ട് പ്രവേശനമില്ല. എന്താണെന്നറിയില്ല. ഇവിടെ വരെയാണ് പ്രവേശനമുള്ളൂ. ഇവിടെ എങ്ങനെ ഒന്ന് നിൽക്കാം. അത്യാവശ്യം സീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. 50 രൂപ എന്ന് ചിത്ര ഇച്ചിരി കത്തി പോലെ തോന്നുന്നുണ്ട്, തലക്കെണ്ണം വെച്ചാ. കുറച്ച് നുള്ളക്കാൻ തോന്നുന്നു റെസ്റ്റോറൻറ്റ്. നല്ല ആദ്യമൊക്കെ കുറച്ച് പേടിയുണ്ടായി, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ പോകും. അതാണ് ഡാം. വെള്ളം പൊട്ടി വന്നോളൂ. നമ്മുടെ ഈ ബാക്കി കാണുന്ന ഇത് കണ്ടോ, അവിടെ മറ്റേ റോപ്പ്, ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒന്നിനും കയറിയില്ല. അപ്പൊ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. അപ്പൊ ഇന്നാട് സ്ഥലത്തോട്ട് പോകാണ്. അപ്പൊ കൂടെ എല്ലാവരും ഉണ്ട്. എല്ലാം ടയേർഡായി. ഈ സ്ഥലം എങ്ങനെയുണ്ട്? കുറച്ച് പൈസക്ക് മുതലാവല്ലേ? മുത്തുമ എങ്ങനെയുണ്ട്? മുതലാവല്ലേ? മാമ എങ്ങനെയുണ്ട് പറഞ്ഞേ? ഈ കുറച്ച് ക്യാഷിന് മുതലാവില്ലല്ലേ? സൂപ്പറാണോ? സൂപ്പർ അല്ലേ? അമ്മ പറഞ്ഞേ കൊള്ളൂല? മക്കളെ ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ അല്ലേ? ഓക്കെ.